പശ്ചിമേഷ്യ യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്ന് മാറിയിട്ടില്ല. ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എങ്കിൽ പോലും ഇരു രാജ്യങ്ങൾ ഇസ്രായേലും ഇറാനും പിന്നോട്ടില്ല. ഇസ്രായേലാണ് യുദ്ധം ആരംഭിച്ചത്. അതുകൊണ്ട് ഇസ്രായേൽ അവസാനിപ്പിച്ചാൽ മാത്രമാണ് ഇറാൻ അവസാനിപ്പിക്കൂ എന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. നമ്മോടിപ്പോൾ സംസാരിക്കാനുള്ളത് ഡോക്ടർ അമീർ പിച്ചനാണ്. വിദേശകാര്യ വിദഗ്ധനാണ്. ഈ വിഷയത്തിൽ ഏറെ അവഗാഹമുള്ള അദ്ദേഹം നമുക്ക് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ കളികൾ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വാഗതം സാർ. താങ്ക് യു ഫോർ ഹാവിംഗ് മീ. ഇന്ന് രാവിലെ കേട്ട ഒരു ശുഭവാർത്തയാണ് ട്രംപിന്റെ വെടിനിർത്തൽ പ്രഖ്യാപനം. പക്ഷേ ഇരു രാജ്യങ്ങളും അത് സ്വീകരിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ട്രംപ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്? ഒന്ന്, ട്രംപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഖത്തറിൽ ഇറാന്റെ ആക്രമണം നടന്നു. ആ ഖത്തറിൽ ഇറാന്റെ ആക്രമണം നടന്നതിനെ കുറിച്ചിന്റെ പശ്ചാത്തലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കക്ക് ഒരു മെസ്സേജ് കൊടുക്കണം. അതേ സമയത്ത് സ്വന്തം ജനതയെ അവർ ആക്രമിക്കപ്പെട്ടപ്പോൾ, അവരിന് ബോംബിട്ടപ്പെട്ടപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ റെജീമിന് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിയുന്നില്ല എന്നൊരു ധാരണ വന്നപ്പോൾ അത് മാറ്റണം. പിന്നെ കൂടാണ്ട് അമേരിക്ക യുദ്ധത്തിലേക്ക് ഇറങ്ങുകയും അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിനെല്ലാം ബങ്കർ ബസ്റ്റർ ഉപയോഗിച്ച് ബോംബിടുകയും ചെയ്തപ്പോൾ അവരുടെ ഒരു ഹ്യൂമിഡിറ്റി വന്നു. എന്ന് വെച്ചാൽ അവരുടെ പ്രൈഡും അവരുടെ ദേശീയതയും അങ്ങേയറ്റം ആക്രമിക്കപ്പെട്ടു എന്ന ധാരണ വന്ന സമയത്ത് അവർക്കൊരു മെസ്സേജ് കൊടുക്കണം എന്നുള്ള നിലക്കാണ് ഈ ഖത്തറിലേക്കുള്ള എയർബേസിലേക്കുള്ള ഒരു ആക്രമണം ഇറാൻ നടത്തിയത്. അതൊരു സിഗ്നൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഷോക്കേസ് മാത്രമാണെന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് മനസ്സിലാക്കിയത്. കാരണം ആക്രമണത്തിന് തൊട്ടു മുമ്പ് തന്നെ ഇറാൻ ഖത്തറിനെ ഇത് അറിയിച്ച് ഖത്തർ അമേരിക്കയും അറിയിച്ചിരുന്നു. അപ്പൊ അവിടെ നിന്നുള്ള ആൾക്കാരുടെയും അവിടെ നിന്നുള്ള ഫ്ലൈറ്റ്സുകളും പലതും അവിടുന്ന് മാറ്റപ്പെട്ടിരുന്നു ആ സമയത്തിന്റെ ഉള്ളിൽ എന്നുള്ള ഒരു വിവരം കൂടി അതിനുള്ളിൽ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇറാൻ മെസ്സേജ് കൊടുക്കാൻ പറ്റി, നിങ്ങളെ ഏത് എയർബേസിലേക്കും ഞങ്ങൾക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു മെസ്സേജ് അയച്ചു. രണ്ടാമത്, കൂടുതൽ യുദ്ധത്തിലേക്ക് കടന്നു പോകാൻ അവർക്കാർക്കും താല്പര്യമില്ല, എസ്പെഷ്യലി ഇറാന് താല്പര്യമില്ല. അങ്ങനെ ഇറാൻ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് അമേരിക്കയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കുഡ് ബി സൂയിസൈഡൽ ഫോർ ഇറാൻ. അത് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇറാന്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിയും സാമ്പത്തികമായ പ്രതിസന്ധിയും മിലിറ്ററി ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാലത്തും അവർക്ക് ഇസ്രായേലിനായിട്ട് യുദ്ധം ചെയ്യാനും താല്പര്യം ഉണ്ടായിരുന്നില്ല, അമേരിക്കയുടെ യുദ്ധം ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഈ യുദ്ധത്തിലേക്ക് തന്നെ അവരെ വലിച്ചിഴക്കപ്പെട്ടിയാണ്. കാരണം ഇസ്രായേലാണ് ആദ്യം ആക്രമണം അയച്ചുവിട്ടത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അമേരിക്കക്ക് മെസ്സേജ് കൊടുക്കണം, അതേസമയം ലോക്കൽ ആൾക്കാരോട് മെസ്സേജ് കൊടുക്കണം. ഒരു ഭരണകൂടം എന്നുള്ള നിലക്ക് ഇസ്രായേലിന്റെ ഒപ്പം US ചേരുമ്പോൾ US ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഉണ്ടാവും ഇറാന്, അല്ലെ? ഞങ്ങൾ പിന്നോട്ടില്ല എന്ന മെസ്സേജ് ഇസ്രായേലിനൊരു ഒരു മെസ്സേജ്, തീർച്ചയായിട്ടും ഒരു മെസ്സേജ് കൊടുക്കുക. പക്ഷെ അമേരിക്കയെ പാഠം പഠിപ്പിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അമേരിക്കക്ക് ഒക്കെ ഞങ്ങളെ മിസൈൽ ഞങ്ങൾക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്, നിങ്ങൾ എവിടെ വേണമെങ്കിലും ഗൾഫിൽ എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുന്ന മെസ്സേജ് കൊടുക്കാന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് വേറെതുണ്ട്. ഇതിനകത്ത് ഒരു ഒത്തുകളി നടന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ഈ സ്പോർട്സിലാണ് ഈ മാച്ച് ഫിക്സിങ് കേൾക്കാറുള്ളത്. ഇപ്പൊ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യുദ്ധത്തിൽ ഒരു മാച്ച് ഫിക്സിങ് നടന്ന മാതിരിയാണ്. നിങ്ങൾ പ്രതിരോധിയോട് പറയാണ് നിങ്ങൾ ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്ന് വിവരം കൊടുക്കുകയാണ്. ആ വിവരം കൊടുത്തിട്ട് നിങ്ങൾ പോയി ആക്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ സീരിയസ്നെസ് അവിടെ പോയി. കാരണം മറ്റൊരു കാര്യം, എന്ന സമയത്ത് ഇവർ വന്ന് ഹിറ്റ് ചെയ്യുന്നുള്ള, അപ്പൊ അവർക്ക് വേണ്ട എല്ലാ ഇത് കൊടുക്കുക. കായികാഭ്യാസം പോലെ ആയിപ്പോയില്ലേ? ഇപ്പൊ ഒരു വാർ മാച്ച് ഫിക്സിംഗ് എന്നുള്ള ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത്. നേരെ മറിച്ച് അമേരിക്ക ഇറാൻ ആക്രമിച്ച സമയത്ത് അത് ഭയങ്കര സർപ്രൈസ് അറ്റാക്ക് ആയിരുന്നു. പൊടുന്നതിന് എന്തുകൊണ്ട് അങ്ങനെ ഒരു അക്രമം ഉണ്ടായത്? കാരണം ഈ ഫലസ്തീന് നേരെ, ഗസക്ക് നേരെ നിരന്തരം അക്രമം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. യുദ്ധക്കൊതിയന്മാരാണ് നെതന്യാഹു എങ്കിൽ പോലും ഒരു സുപ്രഭാതത്തിലാണ് ഈ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇറാന് നേരെ തിരിയുന്നത്. അതിൽ എന്താ പെട്ടെന്നുണ്ടായ കാരണം? എന്താ അതിന് പെട്ടെന്നുണ്ടായ കാരണം? അതിന് നിങ്ങൾ ആദ്യം പറഞ്ഞ വാക്കിൽ ഒരു വാക്ക്, നെതന്യാഹു ഒരു യുദ്ധ കൊതിയനാണ്, ഒരു വാർ മോങ്കർ, ആൻഡ് വാട്ട് യു കാൾ ഹീസ് എൻ എക്സ്ട്രീം റൈറ്റ് വിങ്, ഹീസ് എൻ എക്സ്ട്രീമിസ്റ്റ്. പല നിരീക്ഷകർ അതന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അയാൾ യുദ്ധ കൊതിയനാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അവർ US പ്രസിഡന്റ് പറഞ്ഞതിനേക്കാളും അപ്പുറവും മറ്റതോ മറിച്ച് അവർ ചെയ്താലും, US പോളിസിക്കെതിരായി ചെയ്താലും തുടക്കത്തിൽ അവസാനം അമേരിക്ക അവർ പിന്നാലെ വരും. അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ നമ്മളൊരു ഫോറിൻ പോളിസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ രാജ്യത്തിന്റെ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യുവർ പോളിസി ഷുഡ് ബി അലൈൻഡ് വിത്ത് ആരടുത്താണ് സപ്പോർട്ട് കിട്ടേണ്ടത് വെച്ചാൽ ആ രാജ്യത്തിന്റെ ഫോറിൻ പോളിസി ആയിട്ട് നിങ്ങൾ പിന്നെ ഒരു സമയത്തിൽ പോകണം. അതായത് ഇപ്പൊ ഇസ്രായേലിന് അമേരിക്കന്റെ ഫോറിൻ സപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ ഫോറിൻ പോളിസി, അമേരിക്കൻ പ്രസിഡന്റ് എന്താണ് പറയുന്നത് അത് കേൾക്കുന്ന രൂപത്തിൽ പോകണം. നേരെ മറിച്ച് ഇസ്രായേലിന്റെ കേസിൽ മാത്രം അത് നേരെ തല തിരിച്ചാണ്. ഇസ്രായേലിന്റെ കേസിൽ
അമേരിക്കൻ ഫോറിൻ പോളിസി ഇസ്രായേലിന് അനുകൂലമായിട്ടാണ്. അത് എന്ത് വന്നാലും ശരി, ഇസ്രായേൽ ലോബി പറയുന്ന മാതിരിയും ഇസ്രായേൽ ഉള്ള ആ ഒരു സപ്പോർട്ട് വിഭാഗം കോൺഗ്രസിലും അവരുടെ പോളിസി മേക്കിംഗ് ഓർഗൻസിലും അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലും ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിലും ജോലിക്കിരിക്കുന്നവരും എല്ലാവരും തീരുമാനിക്കുന്ന കാര്യങ്ങളും അവർക്ക് അനുകൂലമായിട്ടൊരു നിയമമെടുക്കാൻ എന്നുള്ളതാണ് അമേരിക്കയുടെ പോളിസി. അപ്പൊ എത്ര നിങ്ങൾ എതിർത്താലും അവസാനം നെതന്യാഹുവിനും അറിയാം ട്രംപ് എന്റെ പിന്നാലെ വരുന്നുണ്ട്. ട്രംപ് ആദ്യം പറഞ്ഞു ഡോണ്ട് ഗോ ആൻഡ് അറ്റാക്ക് ഇറാൻ എന്ന് പറഞ്ഞു. പക്ഷേ നെതന്യാഹു അറ്റാക്ക് ചെയ്തു. പിന്നീട് ട്രംപ് പിന്നാലെ വന്നു. ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് ഉത്തരം കിടക്കാം, ഏതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്യുന്നുള്ളത്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്റ്റഡിയിൽ ഇറാന്റെ ഏറ്റവും മുൻപന്തിയിലുള്ള കുറെ മിലീഷ്യാസ് ഉണ്ട്. ദേ ഫോസ്റ്റർ ദ മിലീഷ്യാസ്. അതിൽ ഒന്നാണ് ഹെസ്ബുള്ള, മോസ്റ്റ് പവർഫുൾ മിലീഷ്യ ബേസ്ഡ് ഇൻ ലബനോൺ. ആ ഹെസ്ബുള്ളയെ അവർ കംപ്ലീറ്റ് ഉന്മൂലനം ചെയ്തു. ദേ ഡെസിമേറ്റഡ് ഹെസ്ബുള്ള ലൈക്ക് എനിത്തിങ്. അവർക്കൊന്നിനും വയ്യാത്ത രൂപത്തിലായി. വേറൊന്നുള്ളത് പിന്നെ ഹമാസ് ആണ്. ഹമാസിനും ഇതേമാതിരി ഗാസയിൽ അടിച്ച് നിരപ്പാക്കി. പിന്നെ ഹൂത്തീസിനേറ്റും അമേരിക്ക ഏകദേശം ഒരു അഗ്രിമെന്റിലെത്തി. അവരാണ് പിന്നെയും കുറച്ച് നിന്നിരുന്നത്. അതിൽ ഏറ്റവും വേറെ പ്രധാനമായ കാര്യം സിറിയയാണ്. സിറിയയില് ആ ഭരണമാറ്റം നടന്നു. ആ സിറിയയിൽ ഭരണമാറ്റം നടന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരി അങ്ങേയറ്റം ഇറാനെതിരാണ്. അതുകൊണ്ട് അവരുടെ ആ ഒരു സപ്പോർട്ട് അവിടെ നിന്ന് ഇല്ലാണ്ടായി. സാധാരണ അവർ ലെബനോണിലേക്ക് ആയുധം എത്തിച്ചിരുന്ന സിറിയ വഴിയായിരുന്നു, അതടഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോഴും ഹെസ്ബുള്ളക്ക് വേണ്ട യുദ്ധത്തിന് ഇതുവരെ മുൻകരുതലെടുക്കാത്തതിന്റെ വേറൊരു കാരണം, അവർക്ക് എല്ലാവരും വിചാരിച്ച് ഈ ഹെസ്ബുള്ളയുടെ ഓർഗനൈസേഷൻ ഇറാന്റെ ഒരു ഫ്രണ്ട് ലൈനാണ്. അവരുടെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ്, ഇറാന്റെ ഫസ്റ്റ് ലെവൽ ഓഫ് ഡിഫൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ഇറാന് വേണ്ടത് ഹെസ്ബുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയാണ്. കാരണം നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം തിരിച്ചടിക്കും എന്നുള്ള, ഇസ്രായേൽ തിരിച്ചടിക്കുന്നുള്ള രൂപത്തിലാണ്. പക്ഷെ ഹെസ്ബുള്ള ഇതുവരെ രംഗത്തിറങ്ങിയില്ല. അവർ പറഞ്ഞു അവർ ഈ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒന്ന് അവരുടെ ലോഞ്ചിറ്റിവിറ്റി, അവരുടെ സർവൈവൽ അവർക്കൊരു പ്രശ്നമായി. രണ്ടാമത് വേറൊരു കാരണം, ലെബനോണിൽ അവിടെ പിന്നെ ഭരണമാറ്റം നടന്നു. ഒരു പുതിയ പ്രസിഡന്റ് വന്നു, ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു. ആ പുതിയ പ്രൈം മിനിസ്റ്റർ വളരെ പ്രഗത്ഭനായ പ്രൈം മിനിസ്റ്ററാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ ജഡ്ജി ആയിരുന്നയാള്. അപ്പോ ഇവരേക്ക് ഈ ഹെസ്ബുള്ള അങ്ങേയറ്റം കടിഞ്ഞാനിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം ഹെസ്ബുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്രായേൽ വിൽ ഗോ ആൻഡ് ബോംബ് ബൈറൂത്ത് ആൻഡ് ലെബനോൺ ടു ആഷസ്. അപ്പൊ അത് അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു എൻവയൺമെന്റ് വന്നതോട് കൂടിയിട്ട് എല്ലാ ചുറ്റുപാടുള്ള ഇറാൻ പ്രോക്സീസ് എല്ലാം അമർച്ച ചെയ്തു. ആൻഡ് ദിസ് ഈസ് എ റൈറ്റ് ടൈം. ഈ ഒരു ഇത് പിന്നീട് ഉണ്ടാവില്ല എന്നുള്ള ഒരു നിഗമനത്തിന്റെ മുകളിലാണ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് പിന്നെ ഉണ്ടാവില്ല എന്നുള്ള നിഗമനത്തിന്റെ മുകളിലാണ് അവർ ഉടനെ തന്നെ ഇസ്രായേലിനെ കയറി ആക്രമിച്ചത്. against the well wishes or against the what Trump told him to do. Trump told him not to do, but he didn't care. ഈ ട്രംപ് ആദ്യം യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിന്നു. പക്ഷെ നെതന്യാഹു പറഞ്ഞു യുദ്ധത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് വീണ്ടും 2, 3, 4 ആഴ്ച എടുക്കും അത് യുദ്ധം തീർക്കാൻ. ആ ബങ്കർ ബസ്റ്റർ ബോംബും കൊണ്ട് നിങ്ങൾ വന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും എന്നുള്ള രൂപത്തിൽ അവരെ വലിച്ച് ആ യുദ്ധത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്തത്. G7 ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് ഒരു ദിവസം നേരത്തെ ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞത് വലിയൊരു പ്രഖ്യാപനം വരുന്നു എന്നാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഇറാനെ ആക്രമിക്കുന്നുള്ള രീതിയായിരുന്നു. പക്ഷേ അമേരിക്കയിൽ എത്തിയ ട്രംപ് ഒരു മനംമാറ്റം ഉണ്ടായിട്ട് 2 ആഴ്ചക്കകം തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞു. പിന്നീടാണ് ഒരു പൊടുന്നനെ ഒരു രാത്രി അറ്റാക്ക് ചെയ്യുന്നത്. ആ മനംമാറ്റത്തിനൊക്കെ കാരണം എന്തായിരിക്കും? അല്ല, അത് ട്രംപിന്റെ ഒരു ശൈലിയാണ്. ബിക്കോസ് വാട്ട് ഹി സേസ് ദിസ് മോർണിംഗ് അല്ല പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ചെയ്യുന്നതും പറയുന്നതും ആ ഒരു പേഴ്സണൽ ഇന്റഗ്രേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാരണം സാധാരണ നിലക്ക് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇലകൾ കാറ്റിൽ മാറുന്നത് മാതിരിയാണ് അയാളുടെ പോളിസീസും അയാളുടെ ഇതൊക്കെ ഓരോ സമയത്തും മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് കനഡയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു ദിവസം നേരത്തെ G7 മീറ്റിംഗ് നേരത്തെ വന്നു. ഉടനെ തന്നെ അയാള് സിറ്റുവേഷൻ റൂം വാഷിംഗ്ടണിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി 2 ആഴ്ച സമയം കൊടുത്തു. ആ 2 ആഴ്ച സമയം കൊടുത്തു എന്ന് പറയുന്നു 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ അയാൾ യുദ്ധത്തിന് വേണ്ട പ്രിപ്പറേഷൻസ് എല്ലാം റെഡിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തൊരു അറ്റാക്കാണ്. ഇസ്രായേലിന് നേരത്തെ അറിയായിരുന്നു. അമേരിക്കൻ വാർ ടീമിനോട് ഇത് പ്രിപ്പയർ ചെയ്യാനുള്ള ആള് ഓർഡർ കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം
ഒരു അമേരിക്കൻ ബേസും ഗൾഫിലുള്ള ഒരു അമേരിക്കൻ ബേസസും ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഫ്ലൈറ്റുകളൊക്കെ പുറപ്പെട്ടതൊക്കെ വേറുള്ള റീജിയൻസ് എന്നാണ്. ഈ അമേരിക്കൻ ആക്രമണം തന്നെ ഇറാൻ നേരത്തെ മനസ്സിലാക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടല്ലോ. കാരണം അവർ ആണവ നിലയത്തിന് മറ്റ് വസ്തുക്കളൊക്കെ മാറ്റിക്കഴിഞ്ഞു എന്നുള്ളത് അത് പുറത്തു വരുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അതും ചിലപ്പോൾ ഒരു ഗെയിമാണോ, നേരത്തെ അറിയിച്ചിട്ടുണ്ടാവുമോ? അത് വളരെ വാസ്തവമാണ്. കാരണം ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സോ ഡീപ്പ് ഇൻ ടു ദിസ് ടോപ്പിക്. ഇതിൽ പല തിങ്ക് ടാങ്ക്സും പല ഒതന്റിക് ആയുള്ള ഇൻഫർമേഷൻ സോഴ്സസുകളും അവരൊക്കെ റിസർച്ച് എടുത്ത് അവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വാസ് വെരി വെൽ പ്രിപ്പയർഡ് ഫോർ ദിസ് അറ്റാക്ക്. ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങിയ സമയത്ത് തന്നെ ഇതിൽ കാരണം ഇറാൻ എന്നറിയാം, ഈ ഒരു ഇസ്രായേൽ അറ്റാക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ തന്നെ അമേരിക്ക അവരെ പിന്നാലെ വരും. ദേ ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ എൻ ഇറാനിയൻ അറ്റാക്ക്. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ അതിന് മുൻകരുതലെടുത്തു. അവർ അവിടുന്ന് ഹൈലി എൻറിച്ച്ഡ് 60% എൻറിച്ച്ഡ് യുറാനിയം ആ സോഴ്സുകളും എല്ലാം അവിടുന്ന് തന്നെ ഉടനെ മാറ്റിയിട്ടുണ്ട്. അതൊരു വാസ്തവമായുള്ള ഒരു സംഗതിയാണ് ഞാനും മനസ്സിലാക്കുന്നത്. ആ വക സോഴ്സുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് എങ്ങോട്ടും മാറ്റുന്നുള്ള ഇപ്പോഴും ആർക്കും അറിയില്ല, ഫോറിനേഴ്സിനും അറിയില്ല, ഇസ്രായേലിന് ഇന്റലിജൻസിനും അറിയില്ല. ഇസ്രായേൽ ഇന്റലിജൻസ് ആണ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇറാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് എങ്ങോട്ട് മാറ്റി എന്നുള്ളത് അറിയാത്തത് ആണ് ഇപ്പൊ ഇവർക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഗ്ഗസ്റ്റ് എനിമി ഈസ് വിത്തിൻ. ഇറാന്റെ അകത്ത് മൊസാദ് ഏജൻസ് അങ്ങേയറ്റം കടന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്തിരിക്കണം. അതാണ് ഞാൻ ചോദിക്കാനിരുന്നത്. അവിടെ കുറെ പേരെ കൊല്ലുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇറാൻ തന്നെ ഈ ചാരപ്രവൃത്തി നടത്തിയതിന്റെ പേരിൽ. അങ്ങനെ ഇസ്രായേൽ കുറെ പണിയെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ ഇടയിൽ. അത് ശരിയാണ്. കാരണം ആ ചാരവൃത്തി അവര് ഇസ്മായിൽ ഹാനിയെ ഒരു കൊല്ലം മുമ്പ് വധിച്ചപ്പോ അന്ന് മുതൽക്ക് അവർക്കറിയാം ഇതിനകത്ത് അതേ അങ്ങേയറ്റം ചാര പ്രവർത്തകര് രാജ്യത്തുണ്ട് എന്നുള്ളത്. പക്ഷെ അവരെ കൺട്രോൾ ചെയ്യാനോ അവരെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ പേരിൽ ആക്ഷൻ എടുക്കാനോ ഈ ഒരു വർഷത്തിനടുക്കായിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അതുകൊണ്ടാണ് ആ തുടക്കത്തിൽ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഇസ്രായേൽ അറ്റാക്ക് വിത്തിൻ ഫസ്റ്റ് 2 hours അവര് ഏകദേശം ടോപ്പ് മിലിറ്ററി ലീഡേഴ്സിനും ടോപ്പ് സയന്റിസ്റ്റുകളെയും ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെയും യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞ ഇവരെല്ലാരെയും ഒക്കെ കണ്ടുവച്ചിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ അപ്പാർട്ട്മെന്റിൽ അവരുടെ അതേ റൂമിൽ പിൻ പോയിന്റ് അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നത്. അവരുടെ ഫാമിലി ഒന്നിച്ചാ കൊന്നത്. അപ്പൊ അവരും പ്രതീക്ഷയില്ല. കാരണം ദേവർ ആർ ലിവിങ് ഇൻ ദർ ഓൺ ഹൗസസ് ഇൻ ദർ ഓൺ അപ്പാർട്ട്മെന്റ്. ആ ഉറങ്ങുന്ന സമയത്ത് കൊണ്ട് ആക്രമിക്കാനുണ്ടായ കാരണം ഈ ഒറ്റിക്കൊടുക്കൽ കൊണ്ട് മാത്രം. അത്രയും ഗ്രൗണ്ട് ഇൻഫോമേഴ്സ് അവരുണ്ടായിരുന്നു. പിന്നെ കൂടാണ്ട് ആദ്യത്തെ അറ്റാക്ക് നടക്കുന്നത് വിത്തിൻ ഇറാൻ ഇറ്റ്സെൽഫ് ആണ്, ഡ്രോൺ ഉപയോഗിച്ചിട്ട്. അവരുടെ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അവര് ഇത് റഷ്യയിൽ നിന്ന് കിട്ടിയ S-300 ഡിഫൻസ് സിസ്റ്റം. അത് ഫസ്റ്റ് 2 hours കൊണ്ട് തന്നെ ഇസ്രായേൽ തകർത്തു ബൈ അറ്റാക്കിംഗ് ഫ്രം ഇൻസൈഡ് ഇറാൻ. അപ്പൊ ആ എയർ ഡിഫൻസ് സിസ്റ്റം ഇറ്റ്സ് ആൾവേസ് ലുക്സ് ഫോർ ദ ഫ്ലൈറ്റ് കമ്മിങ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദ എയർ സ്പേസ്. അപ്പൊ ഔട്ട്സൈഡ് ഓഫ് ദ ഇൻസൈഡിന് അറ്റാക്ക് ചെയ്ത് അത് തമർത്തു. അതോടുകൂടി എന്താണെന്ന് വെച്ചാൽ within a day they have got massive air superiority around. കാരണം ഇതൊരു ടെക്നോളജി വാർഫെയർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് വാർഫെയർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാജ്യങ്ങൾ രണ്ടു തമ്മിലും ഒരു അതിർത്തി പങ്കിടുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ എയർ സുപ്പീരിയോറിറ്റി അങ്ങേയറ്റം കിട്ടി. അതാണ് ഇസ്രായേലുണ്ടായ പിന്നീടുണ്ടായ എല്ലാ നേട്ടവും കാരണം. പക്ഷേ ഇതില് വേറൊരു കാര്യം കൂടി പറഞ്ഞോട്ട് നിർത്താം. ഇത്രയൊക്കെ ഇറാന് ഇത് വന്നിട്ടും അവരുടെ റെസീലിയൻസി നമ്മളൊന്ന് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. കാരണം ഓരോ തലവന്മാര് പോകുമ്പോഴും ആ സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവുന്നില്ല. ആ മിലിറ്ററി കമാൻഡ് സ്ട്രക്ചറും സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആവാണ്ട് ഇതിന്ന് ഉയർത്തെഴുന്നേറ്റ് അവരിന്ന് പ്രതികരിച്ചു. ഈ പ്രതികരണവും മിസൈൽ ആക്രമണം പിന്നീട് ഇസ്രായേലിനുണ്ടായ മിസൈൽ ആക്രമണം ഒട്ടും അതിന്റെ ഇന്റൻസിറ്റി ആ രൂപത്തിൽ ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അതാണ് അവിടെ പറയേണ്ട വേറൊരു കാരണം. അതിൽ ആ ഇന്റൻസിറ്റി ഓഫ് അറ്റാക്ക് വന്നോട് കൂടിയിട്ട് അതിൽ ഇസ്രായേൽ അങ്ങേയറ്റം പതറിപ്പോയി. അതാണ് ഇത്രയും ദിവസങ്ങൾ നടന്നത് ഉള്ള ഒരു കാരണം. പിന്നെ മരണസംഖ്യ പറയുകയാണെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് ഇസ്രായേലിന് പറഞ്ഞ അവിടെ 50 പേരെങ്ങാണ്ട് മരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അതിന് കാരണങ്ങൾ ഒന്നാമതായിട്ട് ഇവർക്ക് ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ 12 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പൊ ഇവർക്ക് വാർണിംഗ് സിസ്റ്റം കൊടുക്കാനും വാർണിംഗ് സിസ്റ്റം ഓരോരുത്തരെ ഇസ്രായേലി പൗരന്മാരുടെ മൊബൈൽ ഫോണിൽ അതിന് വാർണിംഗ് കിട്ടുന്നതും അത് ഉടൻ തന്നെ അവർ ഓടി ബങ്കറിൽ ഒളിക്കുന്നതും ഒരു കാരണം. പക്ഷെ അതുകൊണ്ട് ഒന്ന് പറയാൻ കാരണം നേരെ മറിച്ച് ഇവരുടെ ഇറാനിലാണെന്നുണ്ടെങ്കിൽ അത്ര അതിനുള്ള സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഇല്ല. പിന്നെ രണ്ടു സ്ഥലത്തും പോപ്പുലേഷൻ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരു സ്ഥലത്ത് 92 മില്യൺ, ഒരു സ്ഥലത്ത് 9 മില്യൺ ആൾക്കാരുമാണുള്ളത്. അപ്പൊ അത് പറഞ്ഞ് പക്ഷെ ഏതായാലും ശരി ഈ ഡാമേജസ്
അവര് ഇസ്രായേലിൽ വരുത്തി തീർത്ത മിസൈൽ അറ്റാക്ക് കൊണ്ട് ഡാമേജസ് ഇപ്പൊ നിങ്ങൾ ന്യൂസ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവും ഇറ്റ് ഈസ് സോ എനോമസ് ആൻഡ് സോ ഹെവി. ഇപ്പൊ ഇസ്രായേലില് 1 death ഈസ് ടു മെനി ഫോർ ദം. ഒരു സോൾജർ മരിച്ചാലോ ഒരു പൗരൻ മരിച്ചാലോ അവരുടെ കണക്കിൽ ദാറ്റ് ഈസ് ടു മെനി ഫോർ ദം. അവർക്ക് സഹിക്കാൻ പറ്റില്ല. മറ്റുള്ള സൈഡിൽ എത്ര അവർ കൊല കൊടുത്തിയാലും അത് ഒരു നമ്പർ മാത്രമാണ്. ഇപ്പൊ ഇസ്രായേൽ പലസ്തീനിയൻ ഇഷ്യൂവിൽ നമ്മൾ കാണുന്ന ആ കാര്യം തന്നെയാണ്. ഇസ്രായേൽ ഒരു സോൾജർ മരിച്ച അവർക്ക് സഹിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് പലസ്തീനികൾ ഓരോ ദിവസവും 100-500 ഒറ്റ സമയത്ത് കൊന്നു കഴിഞ്ഞാൽ അവർ നമ്പർ എത്ര കുട്ടികളായാലും അത് ഒരു ഇഷ്യൂ അല്ലാത്ത കാര്യമാണ്. ഇറാനിൽ ഒരു ഭരണമാറ്റം ഇസ്രായേൽ ലക്ഷ്യമിടുന്നുണ്ടോ? ഖാംനെയിക്കെതിരെ നേരത്തെ ട്രംപ് നടത്തിയൊരു പ്രസ്താവന, ഖാംനെയി എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അയാളെ ഇപ്പോൾ ലക്ഷ്യമിടുന്നില്ല എന്നൊക്കെയാണ്. ഇത് ഇറാനിലെ ഭരണമാറ്റം അതിന് ലക്ഷ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്രായേൽ ന്യൂക്ലിയർ പവർ പ്ലാന്റ് തകർക്കുക എന്നുള്ള ഒരു പ്രിലിമിനറി ഒബ്ജക്റ്റീവ് മാത്രമായിരുന്നു. അവിടെ ഒരു ഭരണമാറ്റം നടത്തി ആ ഭരണം വേറൊരു പ്രോക്സി ആയിട്ടുള്ള ഒരു ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നുള്ള ഇതിനു വേണ്ടിയിട്ടാണ് അവർ മെനക്കെട്ടത്. പക്ഷെ അത് ഇപ്പൊ നടക്കും തോന്നുന്നില്ല. ഞാനും വിചാരിച്ച ഭരണം നടക്കുന്നുള്ള ഇന്ന് രാവിലെ എന്റെ അനാലിസിസും അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ പഠിച്ച സമയത്ത് ചിന്താഗതി മാറി. അതിന് 2 കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ചേഞ്ച് ദ റിജീം ഓവർ ദർ. ഇപ്പോ ഒരു രാജ്യം അണ്ടർ അറ്റാക്ക് ആണ സമയത്ത് അവിടെയുള്ള ആൾക്കാർ, അവർക്ക് എതിരായിരുന്ന ആൾക്കാർ വെറും അവർക്ക് അനുകൂലമായി വന്നു. ഇപ്പൊ ഐ വർക്ക് വിത്ത് ലോട്ട് ഓഫ് ഇറാനിയൻസ് ഹിയർ ഇൻ ഓസ്ട്രേലിയ ഇൻ ദ അക്കാഡമിക് സർക്കിൾ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് വന്നവരിവിടെ ഉണ്ട്. പിന്നെ ബാക്ക് ഇൻ വിയന്ന ഇൻ ഓസ്ട്രിയ ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് കണ്ടമാനം ഇറാനിയൻസിന്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ദേ വർ ഡെഡ് അഗെയിൻസ്റ്റ് ദ മുല്ല റെജീം. ഇപ്പൊ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ ദേ ആർ വെരി മച്ച് അഗെയിൻസ്റ്റ് ഇസ്രായേൽ ആൻഡ് അമേരിക്കൻ അറ്റാക്ക് ഓൺ ഇറാനിയൻ സോയിൽ. അപ്പൊ അവര് രാജ്യം ആക്രമിക്കപ്പെട്ടപ്പോൾ അവര് ഇപ്പൊ എല്ലാവരും രാജ്യത്തിന്റെ കൂടായി. അപ്പൊ ആ ഒരു കൾച്ചർ അവിടെ, ആ ഒരു പ്രൈഡ് അവിടെ വന്നു, എല്ലാവരും ഒന്നിച്ചു നിൽക്കാനുള്ളത് വന്നു. അപ്പൊ അത് ഒന്ന്. രണ്ടാമത് വേറൊരു പ്രശ്നം, ചൈനയുടെ ഇൻഫ്ലുവൻസ്. ചൈന അറ്റ് എനി കോസ്റ്റ് ഡസന്റ് അലൗ ദ റെജീം ടു ഫാൾ. അപ്പൊ അതിന് അവർ എന്തൊക്കെ ചെയ്യാന്നുള്ളത് അറിയില്ല, പക്ഷെ അവർ ഇതില്ല. പിന്നെ വേറൊന്ന്, US പ്രസിഡന്റ് ഇന്നലെ വരെ പറഞ്ഞത് റെജീം ചേഞ്ചും അയാളെ മാറ്റുന്നുള്ളത്. അതിന് മുമ്പ് പറഞ്ഞു അത് അവരെ എയിം അല്ല എന്നുള്ളത്. അവരുടെ ഡിഫൻസ് സെക്രട്ടറി ഒരു മീഡിയ കോൺഫറൻസിൽ വന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് നോട്ട് അവർ ഇന്റൻഷൻ ടു ചേഞ്ച് ദ റെജീം, ഇറ്റ് ക്യാൻ ബി എ റിസൾട്ട് ഓഫ് ആൻ അറ്റാക്ക്. പ്രസിഡന്റ് പിന്നീട് പറഞ്ഞു റെജീം ചേഞ്ചിങ്, വൈ നോട്ട് ടു ചേഞ്ച് ദ റെജീം പിന്നെ എന്ന് പറഞ്ഞു. ഇപ്പൊ റെജീം ചേഞ്ച് അല്ല. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ സീസ് ഫയറിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഇറാൻ ആൻഡ് ഇറാൻ റെജീം ടു സർവൈവ്. ഇപ്പൊ യുദ്ധം നിർത്തിവെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ ഇറാൻ റെജീം ഈസ് വെരി ഷേക്കി. Nobody knows where he's staying now, the Ayatollah Khomeini, and people say that he's in bunker somewhere and he's not even using the phone പോലും ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വരുന്ന വെറും അങ്ങേയറ്റം വിശ്വസനീയമായ ആൾക്കാരെ മുഖാന്തരം പീപ്പിൾ ടു പീപ്പിൾ കമ്മ്യൂണിക്കേഷനാണ് പോകുന്നത്. അങ്ങനെയാണ് സമയത്ത് അവിടെ ഇരുന്ന് കൊണ്ട് ഭരണം നടത്താനും അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓരോ മിലിറ്ററി കമാൻഡേഴ്സ് എന്നോട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള വല്ല മിലിറ്ററി കമാൻഡ് സ്ട്രക്ചറിൽ ഓർഡർ കൊടുക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് പറ്റ കുറഞ്ഞിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഇവരുടെ ലൊക്കേഷനും മറ്റതും മറിച്ചതും ഇസ്രായേലിന് മനസ്സിലാവും എന്നുള്ളത് കൊണ്ട് അത് എങ്ങനെയാണ് മാനേജ് ചെയ്തെന്നുള്ള അറിയില്ല. പക്ഷെ അതിലുള്ള ആ സ്ട്രക്ചറിന് വല്ലാണ്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് സമയത്ത് ഒരു ഷെയ്ക്കി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് സമയത്ത് വീഴാൻ സാധ്യതയുണ്ട്. വന്നു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ട് സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടും. അതുകൊണ്ടാകുന്ന കുറെ അധികം പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. പിന്നെ പക്ഷെ ഇപ്പൊ യുദ്ധം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഫോർ ഇറാൻ ആൻഡ് ഇറാൻ ഹാസ് ഷോൺ ഇറ്റ്. ഈ ഖാംനെയിക്ക് വലിയ ഒരു വേരുറപ്പുള്ള ഒരു നേതാവല്ലേ അവിടെ? ആയത്തുള്ള ദർ ഈസ് എ വെരി ഗുഡ് വാട്ട് യു കാൾ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു സപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് നേരെ മറിച്ചിട്ട് ഇറാൻ ഈസ് എ വെരി സോഫിസ്റ്റിക്കേറ്റഡ് സൊസൈറ്റി, ബട്ട് കൾച്ചറലി ആൻഡ് വളരെയധികം മുമ്പോട്ടാണ്, എഡ്യൂക്കേഷനിൽ വളരെ മുമ്പോട്ടാണ്. പക്ഷെ ആൾസോ വെരി ഡിവൈഡഡ് സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. They're also a very divided society. So most of the Iranians that what you see overseas, they're very highly educated. And very nice people, but at the same time, they were much against the rulers. പക്ഷേ ആ റൂളേഴ്സ് ആ കോർ സർക്കിളിൽ, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് സർക്കിളിലൊക്കെ നല്ല ഒരു സപ്പോർട്ട് ഉണ്ട്. ആ സപ്പോർട്ട് യുദ്ധം കൊണ്ട് ഇപ്പൊ കൂടി എന്നല്ലാണ്ട് കുറഞ്ഞെന്നുള്ളൊരു തെളിവ് വരുന്നില്ല.
കാരണം ഒരു സിവിൽ വാറും 4 ബോംബിട്ട് കണ്ട് അവിടെ നടത്തിയിട്ട് ഭരണമാറ്റം നടത്താൻ പറ്റും എന്നുള്ളത് ആ പ്രതീക്ഷ വേണ്ട. ദാറ്റ് ഹാസ് ടു ഹാപ്പൻ ഇൻസൈഡ് വിത്തിൻ ദ കൺട്രി ഇറ്റ്സെൽഫ്. അതെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ, അത് നടക്കുള്ളൂ. പക്ഷെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പ് ഡസന്റ് വാണ്ട് എ സിവിൽ വാർ ഓവർ ദ ആൻഡ് റെജീം ടു ഫാൾ. കാരണം യൂറോപ്പിലേക്ക് റെഫ്യൂജി ക്രൈസിസ് കണ്ടമാനം വരും. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സിവിൽ വാർ വന്നിട്ട് അവിടെ അനാർക്കി ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കൗട്ടിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സൊസൈറ്റി മുഴുവൻ തകർന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന് അതിൽ കടന്ന് മീൻ പിടിക്കാൻ. കാരണം അവർക്ക് അത്രയും ഈ ഇൻഫിൽട്രേറ്റേഴ്സിനെ വെക്കാൻ പറ്റും, മൊസാദിന് കൂടുതൽ ഇന്റർഫിയർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയുള്ള ആ കൗട്ടിക് എൻവയോൺമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ആവശ്യമായിരുന്നു. പക്ഷേ ഈ റെഫ്യൂജി ക്രൈസിസ് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് ആദ്യം യൂറോപ്പിലും ജർമ്മനിയിലും ഒക്കെ ഈ സിറിയൻ റെഫ്യൂജി ക്രൈസിസ് വന്നു. അതിന്റെ ആ സമയത്ത് ഞാൻ യൂറോപ്പിൽ ജോലി ചെയ്യുന്നുണ്ട്, ഇൻ വിയന്നയിൽ. ഐ ഹാവ് സീൻ ദാറ്റ് വൺ, ദ ഹാർഡ്ഷിപ്സ് ഓഫ് ദ തിങ് ആൻഡ് ഗവൺമെന്റ് ഹൗ ടു അക്സെപ്റ്റ് ഇറ്റ്. അത് കഴിഞ്ഞ് യുക്രൈൻ റെഫ്യൂജീസ് വന്നു. ഇനിയിപ്പോ ഒരു റെഫ്യൂജി ക്രൈസിസ് എടുക്കാൻ അവർ തയ്യാറല്ല. അപ്പൊ അത് അവർക്ക് വേണ്ട. US അവർക്ക് എത്താൻ പറ്റൂല. പിന്നെ ഉള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള രാജ്യങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അവർക്ക് പ്രശ്നമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭരണമാറ്റം, അവർ സിവിൽ വാർ നടത്തണം എന്നുള്ള ഒരു ഉള്ളിലൊരു അങ്ങേറ്റ ഉദ്ദേശം ഇസ്രായേൽ ഭരിക്കുന്ന റൈറ്റ് വിങ് ഗവൺമെന്റ് അങ്ങേറ്റുണ്ടായിരുന്നു. ഇതിനിടയിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു സംഭവം അമേരിക്കയിലും ഇസ്രായേലിൽ നേരത്തെ ഫലസ്തീൻ പതാക ഏന്തിക്കൊണ്ട് ഗസയിൽ വെടിനിർത്തണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ പുറത്തിറങ്ങുവാണ്. ഇപ്പോൾ തെരുവിലിറങ്ങി വലിയ റാലികൾ നടക്കുകയാണ്. ഇവിടെ വാഷിങ്ടണിൽ ട്രംപിന്റെ വസതിക്ക് മുമ്പിൽ ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ കൈകോർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ രംഗത്തിറങ്ങുന്നു. ഇതൊരു പ്രതീക്ഷ നൽകുന്നതല്ലേ? ജനങ്ങളുടെ എതിർപ്പ്, ഒരുപക്ഷെ ഇവർ രണ്ടു കൂട്ടരും ഭരണാധിപന്മാർ എന്നുള്ള നിലക്ക് ഇത് ചെവിക്കൊടുക്കില്ലായിരിക്കും. എങ്കിലും ഇത് സാധാരണ നിലക്ക് അഗെയിൻസ്റ്റ് പലസ്തീനായിട്ട് വാഷിങ്ടണിൽ മാത്രമല്ല എല്ലാ തലസ്ഥാനങ്ങളും ഭയങ്കരമായിട്ട് പ്രതീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഒരു കൊല്ലത്തിൽ കൂടുതലായി. ഞാൻ താമസിക്കുന്ന ഓസ്ട്രേലിയയിലെ ഈ സിറ്റിയിലടക്കം എല്ലാ വീക്കെൻഡിലും നല്ല ഡെമോൺസ്ട്രേഷൻ നടക്കുന്നുണ്ട്. ഈ ഏറ്റവും കൂടുതൽ ഡെമോൺസ്ട്രേഷൻ നടന്നത് ലണ്ടൻ, ആംസ്റ്റർഡാം, ഫ്രാൻസ്, ജർമ്മനി, പിന്നെ കൂടാണ്ട് ഇങ്ങനത്തെ സിറ്റികളിലാണ്. പക്ഷെ ഈ ഡെമോൺസ്ട്രേഷനുകളൊക്കെ ഒരു പരിധിക്കപ്പുറം വല്ല ഗുണം ചെയ്തില്ല ഇത്രയും കാലം. കാരണം അത് പലതും അടിച്ചമർക്കപ്പെട്ടു, പലതും അവരുടെ പേരിൽ കേസെടുത്തു. ഇംഗ്ലണ്ടിലാണെങ്കിൽ ശരി, ഫ്രാൻസിലാണെങ്കിൽ അടിച്ചമർത്തപ്പെട്ടു. ജർമ്മനി ഭയങ്കരമായിട്ട് അത് നിരോധിച്ചു. US പലസ്തീൻ അനുകൂലമായിട്ട് യൂണിവേഴ്സിറ്റീസ് ക്യാമ്പസിൽ വെച്ച ഈ ടെന്റും മറ്റതും മറിച്ചൊക്കെ പൊളിച്ചു മാറ്റി അവരുടെ പേരിൽ ഭയങ്കരമായിട്ട് കേസെടുക്കലും അവർ എക്സ്പെൽഷനും നടത്തി. അപ്പൊ അതുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും പ്രതിഷേധത്തിന് അങ്ങേയറ്റം അടിച്ചമർത്തപ്പെട്ടു. പക്ഷെ അത് ആ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ചിനെയും ഡെമോക്രസിക്കുള്ള ഒരു അറ്റാക്കായി മാറി എന്നുള്ളതിൽ അപ്പുറം വേറെ എഫക്റ്റ് ഒന്നും അതുകൊണ്ട് ഉണ്ടായില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഉണ്ടെങ്കിൽ തന്നെ ആരും മൈൻഡ് ചെയ്തില്ല. പിന്നെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈവൻ ഇസ്രായേലിലടക്കം പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷെ നെതന്യാഹുവിന് അത് അയാളുടെ വോട്ട് ബാങ്ക് ആയിരുന്നില്ല അത്. സോ ഹി ഡി നോട്ട് കെയർ അബൌട്ട് ദാറ്റ് വൺ. ഇതേമാതിരിയാണ് മറ്റുള്ള രാജ്യങ്ങളിലും ഏകദേശമൊക്കെ. പക്ഷെ കൂടുതൽ എഫക്ട് ഉണ്ടാക്കിയത് എവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംസ്റ്റർഡാമിൽ ഡച്ച് ഗവൺമെന്റിൽ ഒരു എഫക്ട് ഉണ്ടാക്കി. UK സ്ലൈറ്റ് ആയിട്ട് ഇവിടെയൊക്കെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഗവൺമെന്റ് കുറച്ചെന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ആ പ്രതിഷേധം നടന്ന ആൾക്കാർ വീട്ടിൽ പോകുന്നല്ലാണ്ട് അതിലൊരു ഒരു ആശാവഹമായ ഒരു നീക്കുപോക്കുകൾ അതിലപ്പുറം ഞാൻ കണ്ടില്ല എന്നുള്ള അതിന്റെ വാസ്തവം. സർ, ഈ ഇറാനിന് പിന്നില് ഇപ്പൊ ചൈന തുറന്ന സപ്പോർട്ടുണ്ട്, റഷ്യയുണ്ട്, പിന്നെ യമൻ ഉണ്ട്, ഹുതികളുടെ ഇതുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ പശ്ചിമേഷ്യ ഇന്ന് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ അതിന് തുടർച്ചയായി ഒരു യുദ്ധം അവസാനിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇവരൊക്കെ കൂടിച്ചേരുമോ ഇറാനൊപ്പം? അങ്ങനെ ഒരു പശ്ചിമേഷ്യ വലിയ മോശം അന്തരീക്ഷത്തിലേക്ക് പോവുമോ? ഇല്ല. കാരണം ഇവർ ഈ പറഞ്ഞവരാരും ഇറാനെ പ്രത്യക്ഷത്തിൽ ഈ യുദ്ധക്കളത്തിൽ ഇറങ്ങി ഇടപെടില്ല. റഷ്യ പുടിൻ ആയി തന്നെ പറഞ്ഞു, വി ആർ നോട്ട് ഗോയിങ് ടു ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ വാർ എന്നുള്ളത്. വേറെ അതിന് മീഡിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ അവർ മുൻകരുതൽ എടുക്കാം എന്ന് പുടിൻ പറഞ്ഞു എന്നല്ലാണ്ട് പുടിൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങില്ല എന്ന് കൃത്യമായി പറഞ്ഞു. ഒന്ന്, അയാളിപ്പോ യുക്രൈൻ വാർ തുടങ്ങി ഇതുവരെ അവസാനിപ്പിക്കാൻ പറ്റാതെ കൊല്ലങ്ങൾ കഴിഞ്ഞു. യുക്രൈൻ വാർ തുടങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞു ഇത് 5 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് യുദ്ധം കഴിയുന്നുള്ളത്. ഇത് വർഷങ്ങളായി അതെവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ റഷ്യക്കാണ് ഇറാൻ മിസൈൽസും ഡ്രോൺസും കൊടുത്ത് സഹായിച്ചത് യുക്രൈനിൽ യുദ്ധം ചെയ്യാൻ. ഇനി ചൈനയുടെ കാര്യം എടുക്കാം. ചൈനയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചൈനയെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ചൈന ഈസ് എ സെൽഫിഷ് കൺട്രി എന്ന് പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ്സും അവരുടെ പ്രോസ്പെറിറ്റിയും ആണ് അവരുടെ പ്രധാന ലക്ഷ്യം. അപ്പോ അവർക്ക് ദേ ഹാവ് ഗോട്ട് ദ ബിഗ്ഗസ്റ്റ്
ട്രേഡിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഇറാനുള്ള പിന്നെ ചൈനയുടെ ഈ എണ്ണ ഇറക്കുമതി 70% ഇറാനിൽ നിന്നാണ് തോന്നുന്നു. ഇറാനിൽ നിന്നാണ്. ഈവൺ ദോ ഇറാൻ ഈസ് അണ്ടർ സാങ്ഷൻസ്, ഇറാനിൽ നിന്നാണ്. അപ്പൊ ഇറാനിൽ നിന്ന് പിന്നെ ചൈനീസ് കറൻസിയിൽ ഈ എണ്ണ വാങ്ങുന്നു. അപ്പൊ ചൈനയിൽ നിന്ന് ഇറാന് വേണ്ട മറ്റുള്ള സംഗതികളൊക്കെ അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ട്രേഡ് റിലേഷൻസ് പോകുന്നത്. അപ്പൊ ചൈന ഇപ്പൊ പിടിച്ചു നിൽക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റെജീം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ എക്കോണമി ഇത് ബാധിക്കും. അതാണ് അതിന് പ്രധാന ഒരു കാരണം. അപ്പൊ അതുകൊണ്ടാണ് അവർ മറ്റുള്ള രൂപത്തിൽ അതിനെ തടഞ്ഞു നിൽക്കുന്നത്. പിന്നെ നിങ്ങൾ പറയാവുന്നത് കാരണം പിന്നെ ഇറാഖിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഷിയ പോപ്പുലേഷൻ ആൻഡ് ദേ ആർ വെരി മച്ച് ഇൻ ഫേവർ ഓഫ് ഇറാൻ. പക്ഷെ അവരുടെ ഫൈറ്റിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ്. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാഖി റൂളേഴ്സും US ഗവൺമെന്റും ഇറാഖി ഗവൺമെന്റ് US ഗവൺമെന്റും തമ്മിൽ ഒരു കോംപ്ലിക്കേറ്റഡ് റിലേഷൻസ് ഒക്കെ. അവര് അങ്ങേയറ്റം ഈ കൺട്രോൾ ചെയ്തിട്ടാണ് ആ എൻവയോൺമെന്റ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ഈ മിലീഷ്യ അവർ കീപ്പ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ US ഇടപെടുകയോ അല്ലെങ്കിൽ US ഇറാഖിനെ എക്കണോമിക്കലായിട്ട് സ്ക്യൂസ് ചെയ്യാനോ പറ്റും. ആ ഒരു പേടി അവർക്കുണ്ട്. പിന്നെ അതിൽ ആപാടെ പിന്നെ ബാക്കിയുള്ള ഹൂത്തികൾ മാത്രം. അപ്പൊ അത് ഇപ്പോ അതിന്റെ ഒരു അറ്റാക്കിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും ഒരു വലിയൊരു ഇഷ്യൂ അല്ല. അപ്പൊ ഇവരൊന്നും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകില്ല. ഇറാൻ നോസ് ദാറ്റ് ഇറാൻ ഈസ് അലോൺ ആൻഡ് ദേ നോ ദാറ്റ് ദേ ക്യാൻ ഫൈറ്റ് അലോൺ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇസ്രായേലിന് ദർ ഇസ് എ ബിഗ് US സപ്പോർട്ട്. പിന്നെ വേറൊരു കാര്യം എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇറാൻ യുദ്ധം നീണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള ലിമിറ്റ് ഉണ്ടാവും. കാരണം ബിക്കോസ് ദർ ഇസ് ആൾവേസ് കണ്ടിന്യൂസ് റൂമേഴ്സ് ദാറ്റ് ദേ ആർ അവരുടെ ഈ മിസൈൽ കപ്പാസിറ്റി അവർ മാത്രമേ അവർക്കുള്ളൂ. ഈ മിസൈൽ വാർഹെഡ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അതിന് സൂചനയായിട്ട് മിസൈൽ അയക്കുന്നതിന്റെ എണ്ണം കുറയുന്നെന്ന് പറയുന്നത്. പക്ഷെ അത് പറയാൻ തുടങ്ങിയിട്ട് യുദ്ധം തുടങ്ങി 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ആയിരുന്നു. പക്ഷെ വീണ്ടും അവർ ആക്രമിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ യുദ്ധക്കൊതി ഇതോടെ അവസാനിക്കുമോ അല്ലെങ്കിൽ അത് തുടരുമോ? അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇപ്പോൾ ഈ മീറ്റിംഗിൽ കയറുന്നതിന് 2 മിനിറ്റ് മുമ്പ് ഞാൻ ന്യൂസ് നോക്കിയ സമയത്ത് ഈ പറഞ്ഞ സീസ്ഫയർ അഗ്രിമെന്റ് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു അവര് ദേ സീസ്ഡ് ആൾ ദ ഓപ്പറേഷൻസ്. ഞാൻ വരുന്നതിന് 2 മിനിറ്റ് മുമ്പുള്ള സംഭവമാണ്. ദേ സീസ്ഡ് ആൾ ദ ഓപ്പറേഷൻസ്, ദേ സീസ്ഡ് ആൾ ദ അറ്റാക്ക് അഗൈൻസ്റ്റ് ഇസ്രായേൽ എന്നുള്ള ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു. പക്ഷെ ഇസ്രായേലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഭയപ്പെടേണ്ട ഒരു സംഗതി. കാരണം ഇസ്രായേൽ എപ്പോൾ യുദ്ധം നിർത്തുന്നുള്ളതും ഇപ്പൊ യുദ്ധം തുടങ്ങുന്നുള്ളതും ഈവൻ US പറഞ്ഞ പോലും കേട്ടണമെന്നില്ല. നെതന്യാഹു ഹാസ് ഗോട്ട് എ ഡ്യൂബിയസ് റെപ്യൂട്ടേഷൻ ഓഫ് ബ്രേക്കിംഗ് സീസ്ഫയർ. കാരണം ഗാസയിൽ ഉണ്ടായിരുന്ന സീസ്ഫയർ ഫേസ് 2 അയാൾ ബ്രേക്ക് ചെയ്തു. ഹെസ്ബുള്ളായിട്ടുള്ള സീസ്ഫയർ ബ്രേക്ക് ചെയ്തു. അവിടെ വീണ്ടും ബോംബിട്ടു. അപ്പൊ ഇതുകൊണ്ട് ഇസ്രായേലാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ട്രംപ് ഹാസ് ടു പുട്ട് പ്രഷർ ഓൺ ഇസ്രായേൽ റാദർ ദാൻ ഓൺ ഇറാൻ. അപ്പൊ അവര് ഇനി വെടിനിർത്തണം. വെടിനിർത്തിയേ കഴിഞ്ഞാൽ തന്നെ അവർ എത്ര കാലം അങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് പറയാൻ വയ്യ. കാരണം ഇസ്രായേൽ നോയിങ് നെതന്യാഹു ഹി വിൽ സീ ആൾ ഓപ്ഷൻസ്, ആൾ ഓപ്പർച്യൂണിറ്റീസ് ടു ബ്രേക്ക് ദ സീസ്ഫയർ ആൻഡ് ബോംബ് അഗെയിൻ ദെൻ ബ്ലെയിം അതേഴ്സ്. അത് അയാളുടെ ഒരു ശൈലിയാണ്. അപ്പൊ അത് ഒരു സംശയിക്കേണ്ട കാര്യമാണ്. തൽക്കാലം ഇപ്പൊ കുറച്ചു കാലത്തേക്ക് നിർത്തിന്ന് വരും. പക്ഷെ വീണ്ടും അത് തുടരോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ചിലപ്പോ അമേരിക്ക അതിന് സമ്മതിക്കുകയും ചെയ്യും ഇസ്രായേലിനെ വീണ്ടും ഇറാൻ ആക്രമിക്കും. ഇതിനിടയില് ചൈനയിൽ നിന്ന് കുറച്ച് വിമാനങ്ങൾ ഇറാനിലേക്ക് എത്തിയെന്നും അത് കുറച്ച് ആയുധങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ആ റിപ്പോർട്ടുകൾ ഞാനും കണ്ടു. ഞാൻ വളരെ കെയർഫുൾ ആയിട്ട് അത് ആ സംഗതിയിൽ പഠിച്ചു. പക്ഷെ അത് ഭയങ്കര ടാക്ടിക്കൽ ആയിട്ടാണ് അവർ ആ ഫ്ലൈറ്റ് ഇറാനെ കൊണ്ട് ഇറക്കിയത്. പക്ഷെ അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത് എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒരു തിങ്ക് ടാങ്ക് ഏജൻസീസോ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇറാൻ സ്റ്റഡി സെന്ററോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് സ്റ്റഡി സെന്റർ പോലുള്ള പല ഓർഗനൈസേഷൻസും സംശയങ്ങൾ പ്രകടിപ്പിച്ചു എന്നല്ലാണ്ട് അവർക്കൊന്നും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പക്ഷെ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ ഈ മിസൈൽ ഡിപ്ലീഷൻസ് കുറച്ച് ആയിട്ട് കുറഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ദർ സ്റ്റിൽ ഫയറിംഗ് മിസൈൽസ്. അപ്പൊ അതിന് വേണ്ട സ്പെയർ കോമ്പണൻസ് ആയിരുന്നോ അതോ അത് കൊണ്ടാണ് വെച്ചിട്ടാണ് വീണ്ടും ഈ മിസൈൽ റീപ്രൊഡക്ഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അവർ ചെയ്തോ എന്നൊക്കെ വെറും ഊഹാപോഹങ്ങളും സംശയങ്ങളും മാത്രമാണ്. പക്ഷെ അത് ഒരു ടാക്ടിക്കൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കായി ഇപ്പോഴും നിലനിൽക്കുന്നു. എന്താണ് അവർ ചെയ്തത്, എന്താണ് സഹായം കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ ഈ ഫ്ലൈറ്റുകൾ വിച്ച് ക്യാൻ ക്യാരി ടൺസ് ഓഫ് വെയിറ്റ്, 2-3 ഫ്ലൈറ്റുകൾ ചൈനയിൽ നിന്ന് ഇറാനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതൊരു വാസ്തവമാണ്. അതിനകത്ത് എന്താണെന്നുള്ള അറിയില്ല. കാരണം ന്യൂസ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ്. ട്രംപ് ശരിക്കും പറഞ്ഞ ഒരു മാനസിക രോഗിയെ പോലെ എന്ത് ചെയ്യുമെന്ന് ആർക്കും
പ്രവചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. യുദ്ധക്കൊതിയനാണ് തീർച്ചയായും നെതന്യാഹു. അയാളാണെങ്കിൽ മറ്റൊരു തരത്തിൽ ഏത് രാജ്യത്താണ് എപ്പോഴാണ് ആക്രമിക്കുക, എന്തിൻ്റെ പേരിലാണ് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എങ്കിലും പശ്ചിമേഷ്യയിലൊരു സമാധാനം പുലരുമോ? പശ്ചിമേഷ്യ സമാധാനം വരണമെന്നുണ്ടെങ്കിൽ അവർ ഇസ്രായേൽ പലസ്തീനിയൻ പ്രോബ്ലം ആദ്യം സോൾവ് ചെയ്യണം. അതാണ് ഇതിന്റെ റൂട്ട് കോസ്. ആ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂട്ട് കോസ് ഒക്യുപ്പേഷൻ ആണ്. എന്ത് പറഞ്ഞാലും ഒരു ജനതയെ അങ്ങേയറ്റം അടിച്ചമർത്തി ഭരിക്കുന്ന ഒക്യുപ്പേഷൻ അതിനുള്ള ആ ഒരു നീതി പലസ്തീനിന് കൊടുക്കാത്തടത്തോളം കാരണം ഇത് കുറച്ചു കാലം അടങ്ങിയിരിക്കും, വീണ്ടും പൊട്ടിപ്പുറപ്പെടും. അപ്പൊ അത് ആണ് ആദ്യം ചെയ്യേണ്ടത്. റൂട്ട് കോസ് അവിടെ തന്നെ കിടക്കുന്നത്. അല്ലാണ്ട് ഒരു ടെമ്പററി ആയിട്ട് നമുക്കൊരു കുറച്ചു കാലം പീസ് ഉണ്ടാവും, വീണ്ടും തിരിച്ചു പോകുന്നേ ഉള്ളൂ. ഇപ്പോ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ഇസ്രായേലിൽ കിട്ടിയിട്ടുള്ള അത്രയധികം അവിടെ ഡാമേജസ്, അവിടെ മിസൈൽ അറ്റാക്ക് കൊണ്ടുവന്ന നാശനഷ്ടങ്ങൾ, ഇതൊന്നും മീഡിയ കാണിക്കരുതെന്നുള്ള ഇസ്രായേലി കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞു. കാരണം ഇറ്റ് ഈസ് ഗോയിങ് ത്രൂ ടഫ് മിലിറ്ററി സെൻസർഷിപ്പ്. അവിടുത്തെ സെക്യൂരിറ്റി മിനിസ്റ്റർ ഇത്മാർ ബെൻ ഗവീർ അതിനടുക്ക് പറഞ്ഞു, ആരെങ്കിലും അൽ ജസീറ വീക്ഷിച്ചാൽ അവരെ പണിഷ്മെന്റ് നടത്തും. കാരണം അൽ ജസീറ ഹാസ് ബീൻ എക്സ്പെൽഡ് ഫ്രം റിപ്പോർട്ടിംഗ് ഫ്രം ഇസ്രായേൽ ആൻഡ് ഓക്യുപ്പൈഡ് വെസ്റ്റ് ബാങ്ക്. അപ്പൊ ആരെങ്കിലും അൽ ജസീറ കണ്ടാൽ അവരെ മേലിൽ പണിഷ്മെന്റ് എടുക്കും. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്ത് ഇറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് എ സീരിയസ് ഡാമേജ് ഓവർ വിത്തിൻ ഇസ്രായേൽ ദാറ്റ് ദേ ഡോണ്ട് വാണ്ട് വേൾഡ് ടു സീ. എന്നാലും ഇറാൻ അതിൽ കൂടുതൽ ആക്രമണം നടന്നിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഗിവൺ ദ സിറ്റുവേഷൻ പ്രോബബ്ലി നെതന്യാഹു വിൽ ആൾസോ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ടു കൺസോളിഡേറ്റ് ഹിസ് പൊസിഷൻ എന്നുള്ള ആൾക്ക് ആ ഒരു സമാധാനത്തിൽ നിൽക്കുന്നുള്ളതാണ്. പക്ഷെ അത് ഇസ്രായേലിനെക്കാളും കൂടുതൽ ഉപകാരം ചെയ്യുക ഈ സീസ്ഫയർ ഇറാനാണ്. അവരുടെ റെജീം സസ്റ്റെയിൻ ചെയ്യാനും അവർക്ക് ഒരു കൺസോളിഡേറ്റ് ചെയ്യാനും മിസൈൽ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു ഗ്യാപ്പും കൂടെ അവർക്ക് കൊടുക്കും. ഇപ്പൊ ഗസയിലോടുള്ള ആക്രമണം കുറച്ചിട്ടുണ്ടോ ഇസ്രായേൽ? ഇല്ല. ഈ സമയത്ത് ഇപ്പൊ വാർത്തകളിൽ ഇല്ലെന്നേ ഉള്ളൂ. ഈ ഓരോ ദിവസവും ഭക്ഷണത്തിന് വേണ്ടി ആ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു കില്ലിംഗ് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അവിടേക്ക് ഭക്ഷണത്തിന് ഓടിപ്പോകുന്നവരെ അങ്ങനെ ഭക്ഷണ വിതരണ കൗണ്ടറുകൾ എത്തിച്ച് കൊല്ലുക എന്നുള്ള രീതിയാന്ന് തോന്നുന്നു. ഓരോ ദിവസവും 50-ന്റെ 100-ന്റെ അടുക്ക് ആൾക്കാർ കൊല്ലപ്പെടുന്നു. അപ്പൊ അതിൽ സങ്കടകരമായ വാസ്തവം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ ഹംഗ്രി ക്രൈസിസ് കാണാൻ പറ്റാണ്ട് അവരുടെ ഫാദേഴ്സോ അല്ലെങ്കിൽ ബ്രദേഴ്സോ ഭക്ഷണത്തിന് വേണ്ടി ഓടുന്നു. തിരിച്ചു വരുമ്പോ ഭക്ഷണം കിട്ടുന്നതിനാണ് കൂടുതൽ ആൾക്കാർ മൃതദേഹങ്ങളായി തിരിച്ചു വരുന്നു. ആക്രമണത്തിൽപ്പെട്ട് അങ്ങേയറ്റം മുറിവേറ്റ്, കാരണം അവർക്ക് ഷോട്ട് ചെയ്യുന്നത് ഡ്രോൺസ് ഉപയോഗിച്ചാണ്. സലക്കോ അല്ലെങ്കിൽ ചെസ്റ്റിനൊക്കെയാണ്, അപ്പർ ബോഡിയിലാണ് ഗുരുതരമായ പരുക്കേറ്റ് കണ്ട് ഹോസ്പിറ്റലുകളിലൊന്നും പറയാൻ വയ്യ, അത്രയും ട്രീറ്റ്മെന്റ് സെന്റർ ഒന്നും ഇല്ലാത്തടത്തേക്ക് അവരുടെ ഈ ബ്ലാങ്കറ്റിലൊക്കെ ആയിട്ട് ഓരോരുത്തർ അവരെ വലിച്ചോടുന്നു. കുറച്ച് പേർക്ക് വല്ല ഭക്ഷണം കിട്ടിയെങ്കിൽ എന്തെങ്കിലും ആയി എന്നുള്ള രൂപത്തിൽ ഈ ഒരു ദാരുണ സംഭവം അവിടെ ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ മാത്രം 30-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു. അതാണ് അവിടുത്തെ സ്ഥിതി. അവിടെ ഒരു കുറവും വന്നിട്ടില്ല. റിപ്പോർട്ടുകൾ മുഴുവൻ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അതുണ്ടായത്. ഗസയുടെ ദയനീയ അവസ്ഥ തന്നെ തുടരുകയാണല്ലേ? ശരിക്കും ദയനീയ അവസ്ഥ വളരെ ദാരുണമായി തുടരുകയാണ്. പശ്ചിമേഷ്യയുടെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചാണ് ഡോക്ടർ അമീർ പിച്ചാൻ നമ്മോട് സംസാരിച്ചത്. എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ.